വളരെയധികം ചതിക്കപ്പെടുന്ന ഒരു വേദി ഒരു ഇതും കൂടിയാണ് കൺസൾട്ടൻസി. അപ്പോൾ ഒട്ടനവധി ആൾക്കാർ ആ കാലഘട്ടത്തിൽ കൺസൾട്ടൻസി ഓപ്പൺ ചെയ്യാൻ സ്വന്തം നാട്ടിൽ ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാണക്കേടാവില്ലേ? Hello everyone, welcome to SECO International. Shiva this side. I will be your host for the day. Today we are honored to host a visionary leader who have helped thousands of students transform their educational goals. Welcoming today Mr. Abdul Qadir C, Chairman of SECO Group of Companies, a visionary leader, a person who has spent over 2 decades of his life helping and nurturing futures of tomorrow. Sir, recently you have been elected as the President of Chamber of Commerce. Congratulations. താങ്ക് യു. തളിപ്പറമ്പിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകരിക്കാൻ വേണ്ടി കുറേ കാലങ്ങളായിട്ട് പല പല ഗ്രൂപ്പുകളും അത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണത് ശരിക്കും രൂപീകരിച്ചത്. അങ്ങനെ വന്നപ്പം ഒരു ടെമ്പററി ഒരു കമ്മിറ്റി എടുത്തെങ്കിലും അതിൻ്റെ 3 കൊല്ലത്തേക്കുള്ള അടുത്ത കമ്മിറ്റി എടുത്തപ്പം അതിന് ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നിയോഗിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. നന്നായി പ്രവർത്തിക്കുന്നു. തളിപ്പറമ്പിൻ്റെ വികസനമാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നന്നായി പോകുമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സീക്കോയുടെ ജേണിയും സീക്കോയുടെ സ്റ്റോറീസും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്കിന്ന് അറിയേണ്ടത് ബിഫോർ സീക്കോ സാർ ഇന്ത്യക്ക് പുറത്ത് UAE വർക്ക് ചെയ്ത സമയത്ത് എന്തായിരുന്നു സാർ അവിടെ ചെയ്തത്? എങ്ങനെയാണ് തിരിച്ച് വരാനുള്ള കാരണം ഒന്ന് പറയാമോ? UAE ഞാൻ UAE തന്നെ സീക്കോ ഉണ്ട്. ഓക്കെ. ഈ സീക്കോ എന്ന് പറഞ്ഞാൽ സീക്കോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടും അന്ന് തന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആയിട്ടും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. 2004 നമ്മളത് തുടങ്ങിയത്. 2003 എൻ്റെ മകൻ ചൈനയിൽ MBBS എടുക്കാൻ വേണ്ടി യാത്ര തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറാണ് ഈ സീക്കോ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിന് മുമ്പ് തന്നെ സീക്കോ ഇൻ്റർനാഷണൽ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ UAE വളരെ അറിയപ്പെടുന്ന GCC മൊത്തം അറിയപ്പെടുന്ന ഒരു ഫേമായിരുന്നു. വളരെ അറിയപ്പെടുന്ന പല പല സ്റ്റാർസിൻ്റെയും ഇവൻറ്റുകളും അതുപോലെ ചില ചാനലുകൾക്കുള്ള ചില പ്രോഗ്രാംസൊക്കെ ചെയ്ത് സീക്കോ ഇൻ്റർനാഷണൽ അന്ന് മുതലേ ഉണ്ട്. അതിന് മുമ്പേ ഉണ്ട്. പക്ഷേ ഈ കൺസൾട്ടൻസി രംഗത്തേക്ക് വന്നത് 2004 തൊട്ടാണെന്ന് മാത്രം. ഓക്കെ സാർ, ഇപ്പോൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഒന്നെന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ഇവൻറ്റ് മാനേജ്മെൻറ്റ്, മറ്റേതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കാരണം നമ്മളവിടെ ഈ പൊതുരംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ചില ഇവൻറ്റുകൾ, കുട്ടികൾക്ക് മാത്രമായിട്ട് ഇവൻറ്റുകളൊക്കെ സംഘടിപ്പിക്കുകയും സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കുകയും കുറേയധികം കുട്ടികളൊക്കെ അതിൽ പങ്കെടുക്കുകയും UAE ആദ്യത്തെ UAE ഇൻ്റർനാഷണൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ച ആളാണ് ഞാൻ. അന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് PT ഉഷയും മിസ്റ്റർ നമ്പ്യാരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ അറിയപ്പെടുന്ന രീതിയിലുള്ള സ്പോർട്സ് മീറ്റുകളും മറ്റൊക്കെ നടത്തി ഈ സ്റ്റുഡൻസായിട്ടും മറ്റും അവരുടെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന പരിപാടി. അങ്ങനെയാണ് എൻ്റെ മകൻ ചൈനയിലേക്ക് MBBS പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്കൂടി പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു വേദിയാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണല്ലോ. അങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് ഇത് കൺസൾട്ടൻസിയും കൂടി ഈ സീക്കോ ഇൻ്റർനാഷണൽ ആഡ് ചെയ്യാനുണ്ടായ ഒരു കാരണം. മെയിൻലി നമ്മൾ സ്റ്റഡി അബ്രോഡ് ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ MBBS അബ്രോഡ് എന്ന് പറയുന്ന ബിസിനസ്സായിട്ടാണ് 2004 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ. അപ്പോൾ തളിപ്പറമ്പ് പോലൊരു സ്ഥലത്ത്, കണ്ണൂർ, രക്ഷകർത്താക്കളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു ആ ഒരു ടൈമിൽ? അത് എല്ലാവരും ആദ്യമേ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ കണ്ണൂർ, എന്താ തളിപ്പറമ്പ്, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടല്ലേ എന്ന്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ പറയുക, കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് പല സ്ഥലത്തും കൺസൾട്ടൻസീസ് ഉണ്ടെങ്കിലും കേരളത്തിലും ഒട്ടനവധി ഉണ്ടെങ്കിലും അതിൽ വളരെയധികം ചതിക്കപ്പെടുന്ന ഒരു വേദി ഒരു ഇതും കൂടിയാണ് കൺസൾട്ടൻസി. അപ്പോൾ ഒട്ടനവധി ആൾക്കാർ ആ കാലഘട്ടത്തിൽ കൺസൾട്ടൻസി ഓപ്പൺ ചെയ്യാൻ സ്വന്തം നാട്ടിൽ ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാണക്കേടാവില്ലേ? നമ്മൾക്ക് നാട്ടിൽ തന്നെ തുടങ്ങുമ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട്, നമുക്കാരും പറ്റിക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായും വളരെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മളെ തേടി ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആൾക്കാർ തേടി വരുന്ന സബ്ജക്റ്റുകളാണ്. എബ്രോഡ് സ്റ്റഡി ആയാലും ലോക്കൽ സ്റ്റഡി ആയാലും എല്ലാം ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേണ്ടാത്തൊരു കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരുടെ ചീത്ത പേരുണ്ടാക്കാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 100% പെർഫെക്റ്റായിട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ സ്വന്തം നാട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ നാടാണ് നല്ലത്. എൻ്റെ നാട്ടിനെ തന്നെ ഉയർത്തി കൊണ്ടുവരണം, എൻ്റെ നാട്ടിൻ്റെ പേരും പുറത്തു വരണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റെവിടെയും തുടങ്ങിയില്ല.
ഇപ്പോൾ നമുക്ക് പല സ്ഥലത്തും ഫ്രാഞ്ചൈസീസും ബ്രാഞ്ചസൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തളിപ്പറമ്പിൽ തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഇന്നും നിലനിർത്തി കൊണ്ടുപോവാണ്. അതാണ് അതിന് പ്രധാന കാരണം. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ തേടി ആൾക്കാർ വരുന്നുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ നമ്മൾ തേടി ഇങ്ങോട്ട് വരുന്നില്ലേ. നമുക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് തളിപ്പറമ്പായി എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ തേടി വരികയാണ്. നമ്മൾ ആവശ്യക്കാരെ തേടി പോകുന്നതോടൊപ്പം തന്നെ അവർ നമ്മളെയും സ്വീകരിക്കുന്നുണ്ട്. തളിപ്പറമ്പാണോ കണ്ണൂരാണോ കോഴിക്കോടാണോ എറണാകുളമാണോ എന്നുള്ള ചിന്തയൊന്നും അതിൽ വേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള നമുക്ക് കിട്ടുന്ന ഇമേജും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. സർ, ഇനി ജസ്റ്റ് സ്വിച്ചിങ് ഫ്രം എ ടോപ്പിക് ലിറ്റിൽ വൈൽ, ഇപ്പോൾ സ്റ്റുഡൻസ് മാത്രമായിരിക്കത്തില്ല, ഇപ്പോൾ സാറിനെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നവരും ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ടു സ്റ്റാർട്ട് എ ഫേം അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ സാർ അതെങ്ങനെയാണ്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ എങ്ങനെയായിരുന്നു സാറിൻ്റെ? ഒന്നുമില്ല, ഞാനിത് കുറേ ഭാഗം ഈ പൊതുരംഗത്തും മറ്റൊക്കെ വർക്ക്. ഞാൻ അബുദാബി മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നു, ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അവിടുത്തെ എല്ലാ പൊതുരംഗങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുമ്പോഴും എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, എനിക്കിത് വിജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അറേസ് മെഡിക്കൽ അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും എതിർത്തു, തളിപ്പറമ്പിൽ വിജയിക്കില്ല, തളിപ്പറമ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കത് വിജയിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ മോട്ടിവേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് പോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം വിജയിപ്പിക്കാൻ പറ്റും. ഇല്ല പേടിച്ചും പിടിച്ചും പോവുകയാണെങ്കിൽ ഒന്നും വിജയിക്കത്തില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ ഫുൾ സ്വിങ് ഇറങ്ങുക, അതോടൊപ്പം തന്നെ അതിന് കൂടെ തന്നെ പ്രവർത്തിക്കുക, അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നല്ലാതെ പേടിച്ചുകൊണ്ട് തുടങ്ങിയാൽ ഒരു കാര്യം വിജയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്കിവിടെ സീക്കോ സെയിൽസ് കോർപ്പറേഷൻ എന്നിട്ട് വേറൊരു സ്ഥാപനമുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ റൂഫിംഗ് ഷീറ്റ്സ് മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതും എൻ്റെ മറ്റൊരു കാരണമാണ്, ഞാൻ പ്രതീക്ഷിക്കാണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു അത്. എന്നാൽ ദൈവാനുഗ്രഹിച്ച് അതും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇന്ന് അതെൻ്റെ ഫീൽഡാണോ അല്ല, കൺസൾട്ടൻസി എൻ്റെ ഫീൽഡാണോ അല്ല, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡാണോ അല്ല, ഞാനവിടെ വേറെ ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പൊതുരംഗത്തേക്ക് വന്ന് ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ പൊതുരംഗത്തുണ്ടായിരുന്നു, രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ് എല്ലാത്തിൻ്റെയും വിജയം. അതാദ്യം വേണം. തുടങ്ങിയാൽ വിജയിക്കുമോ ഇല്ലയോ എന്ന ചിന്താഗതിയോടുകൂടി ഒരു കാര്യം തുടങ്ങാൻ പാടില്ല. ജയിപ്പിക്കും, നമുക്ക് വിജയിപ്പിക്കാം. ആ ഒരു തൻ്റെ അടുത്തോടെ മുന്നോട്ട് ഇറങ്ങാം, എല്ലാം വിജയിക്കും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് തന്നെ പറയാം, നമ്മുടെ 2019 അല്ലെങ്കിൽ 2020 കോവിഡ് ടൈം. സാറിനെ പോലെ എല്ലാ കൺസൾട്ടൻസിനും ഒരു വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ടൈമാണ്. ആൻഡ് ഓൾസോ ആദ്യമായി നമ്മൾ കുട്ടികളെ അയക്കുന്നത് ചൈനയിലോട്ടും കൂടെയാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആ ഒരു പീരീഡ് ടാക്കിൾ ചെയ്ത് എങ്ങനെയാണ്? ഒന്നുമില്ല, നമ്മൾ കുട്ടികളൊക്കെ ചൈനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 700ഓളം കുട്ടികളൊന്ന് ചൈനയിൽ പഠിക്കുന്നുണ്ടായിരുന്നു, 6 ബാച്ചിലായിട്ട്. അത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ട് 700ഓളം സ്റ്റുഡൻസ് നമ്മളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കോവിഡ് വന്നു, ആ കുട്ടികളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ പാരൻസിനും ഇവിടെയുള്ള മുഴുവൻ കൺസൾട്ടൻസും വളരെയധികം ബുദ്ധിമുട്ടി നിന്നൊരു സമയമായിരുന്നു. അപ്പം ഞാനപ്പോൾ ഡോക്ടർ ജസീർ എൻ്റെ മകനാണല്ലോ, ഞങ്ങൾ സംസാരിച്ചു നമുക്ക് ഇവരെ ജോർജിയയിലേക്ക് ട്രാൻസ്ഫർ ആക്കിയാൽ എന്താ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ചർച്ച വെച്ചപ്പോൾ തന്നെ എല്ലാവരും അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അത് വിജയിക്കില്ല, അത് റൂളില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും ഒബ്ജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളെന്തായി അതിൻ്റെ പിറകെ തന്നെ ഇറങ്ങി, ഇത് പറ്റുമോ ഇല്ലയോ. അങ്ങനെ ഒരു കോടതിയുടെ വിധി കണ്ടെത്തി, വളരെയധികം പടുപെട്ടേട്ടാ. ആ കോടതി വിധി കണ്ടെത്തി ഇവർ 100% ലീഗലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ട്രാൻസ്ഫർ എടുത്ത് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. പിന്നെ ഈ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അവരും ആദ്യമൊക്കെ പേടിച്ചു, ഈ ചൈനയിൽ പഠിച്ചു, പകുതി ജോർജിയയിൽ പഠിച്ചു. ഇങ്ങനെയൊക്കെ ആയി വരും നമ്മുടെ ഭാവി എന്താവും, കുട്ടികളുടെ ഭാവി എന്താവും. ഞങ്ങൾ 100% അഷുറൻസ് അവർക്ക് കൊടുത്തു. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, നിങ്ങളുടെ കുട്ടികൾ ചൈനയിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്ത് ജോർജിയയിൽ പോയി പഠിച്ച് പൂർത്തിയായി ഇവിടെ തിരിച്ച് വന്നിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നതിന് അതിന് എന്തെങ്കിലും ഇഷ്യൂസ് വരണം അതിന് കോടതിയിൽ പോകാനും അതിന് വേണ്ടുന്ന എല്ലാ പണികളും എടുക്കാനും ഞാൻ തയ്യാറായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ഡൽഹിയിൽ പോയി, അതുപോലെ കേരളത്തിൻ്റെ കണ്ട ആൾക്കാരൊക്കെ കണ്ടു. അന്ന് ഈ ട്രാൻസ്ഫറിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച് കുറേ നേതാക്കന്മാരുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ശശി തരൂർ MP, അതുപോലെ ഹൈബി ഈഡൻ MP, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നമ്മൾ ഇതൊക്കെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലും മറ്റൊക്കെ വിളിക്കുകയും അവരൊക്കെ സംസാരിക്കും, ഇത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ചെയ്തപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല സപ്പോർട്ട് കിട്ടി. അങ്ങനെ നമ്മൾ ഈ ഇത്രയും കുട്ടികളെ, എത്രയോ 60-70 കുട്ടികളെ നമ്മൾ ആദ്യം തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് എറണാകുളത്ത് ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചു. ഹൈബി ഈഡൻ MP, മുൻ മന്ത്രി ശർമ്മയൊക്കെയാണ് ആ ഫംഗ്ഷൻ പങ്കെടുത്തത്. അപ്പോൾ അത് എല്ലാവരും ഇത് ഉറ്റുനോക്കുകയായിരുന്നു. അന്ന് പത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച കാര്യമാണ്.
ഇത് അവിടെ വന്നിട്ട് പോലും ചില പേരൻസും ചില മറ്റ് നമ്മുടെ കുട്ടികളല്ല, നമ്മുടെ പേരൻസൊക്കെ നമ്മളോട് സഹകരിച്ചാൽ പോയത്. അപ്പോൾ വന്ന് ഇത് പറ്റൂല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, റൂളിന് എഗേൻസ്റ്റായിട്ട് നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞു, എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച കുട്ടികൾ അവരുടെ പഠിത്തം പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ അതിനുള്ള തീരുമാനം എടുക്കും, ഞാനത് നടപ്പാക്കും. നിങ്ങൾ എൻ്റെ കുട്ടികളല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരൻ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഇതിൽ ഇടപെടേണ്ട. അത് അന്ന് അവിടെ ഫംഗ്ഷൻ നടക്കുന്നതിന് പുറത്ത് വരെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. നമ്മളത് ടാക്കിൾ ചെയ്ത് വിട്ടു, കുട്ടികൾ പോയി. പക്ഷേ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ തരുമോ, ഞങ്ങൾക്ക് നല്ല പൈസ ചിലവായി അന്ന് ഈ കാര്യങ്ങൾക്ക്. പക്ഷേ ഞങ്ങളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ₹1 പോലും അന്ന് സർവീസ് ചാർജ് വാങ്ങിയിട്ടില്ല. കാരണം അവരുടെ ആദ്യം ഞങ്ങൾക്ക് സർവീസ് ചാർജ് വാങ്ങിയിട്ടുണ്ട്, അതും മതി. അവരെ പഠിത്തം പൂർത്തിയാകുന്നവരെ അവർക്ക് എല്ലാ സപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് അതും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചില പാരൻസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അബ്ദുൽ ഖാദറെ കുറേ പൈസ ചിലവായിട്ടുണ്ടെന്നറിയാം, ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ വാങ്ങിക്കോളൂ. ₹1 വാങ്ങിയാൽ അത് നമ്മുടെ സർവീസ് ചാർജ് എക്സ്ട്രാ വാങ്ങിയതിന് തുല്യമായി. ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. അത് ഹൈബീഡന് MB ഒക്കെ മറ്റൊരു ഫംഗ്ഷനിൽ വെച്ചാൽ ഈ കാര്യം എടുത്ത് പറയണ്ടേ. അപ്പോൾ നമുക്കതൊക്കെ ഒരു ക്രെഡിറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ചൈനയിൽ നിന്ന് ജോർജിയയിലേക്ക് പോയി, അവിടെ പഠിച്ചു, വന്നു, FMG എക്സാം എഴുതി, അവർ പാസ്സായി. അവർക്കൊരു കൊല്ലം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ വർഷം നടന്ന എക്സാമിൽ 59 കുട്ടികൾ ഈ ബാച്ചിൽ നിന്നും പാസ്സായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ അന്നത്തെ തീരുമാനം വളരെ കറക്റ്റായിരുന്നു. ഞങ്ങളുടെ പേരൻസ് ഹാപ്പിയാണ്, കുട്ടികൾ ഹാപ്പിയാണ്. ആ തീരുമാനത്തിൻ്റെ കൂടെ നിന്നവരോട് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. അത് വല്ലാത്തൊരു കാര്യമായിരുന്നു. അത് ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞാണ് ഉക്രൈൻ യുദ്ധം വരുന്നത്. ഉക്രൈൻ യുദ്ധം വന്നപ്പോഴും ഞങ്ങളാണ് ആദ്യം തീരുമാനം എടുത്തത് ഇവരെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആ കുട്ടികളെ ഞങ്ങളെന്താക്കി ജോർജിയയിലേക്ക് അയച്ചു. എല്ലാവരും അതിൽ 90% കുട്ടികളും ഓരോ ബാച്ച് ബേസ് പോയ കുട്ടികൾ, ആ ഓരോ ബാച്ചിലെ 90% കുട്ടികളും FMG അടക്കം പാസ്സായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തീരുമാനം റോങ് ആണെന്ന് ഇപ്പോൾ ആർക്കും അന്ന് എല്ലാവരും എതിർത്തെങ്കിലും ഇതിപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. നമ്മുടെ തീരുമാനം കറക്റ്റായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഭാവി കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്നിരിക്കും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ലെങ്കിൽ. ഇതാണ് നമ്മുടെ ആശയം. ഇത്രയേ ഉള്ളൂ. മറ്റ് അഡ്മിഷൻസ് പോലെ അല്ല MBBS അബ്രോഡിൻ്റെ അഡ്മിഷൻ എന്ന് നമുക്കറിയാം. കാരണം അഡ്മിഷൻ എടുത്തു കൊടുത്ത ആളെ കയറ്റി വിട്ടാൽ തീരുന്ന കമ്മിറ്റ്മെൻ്റ് അല്ല. സാർ ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഇറ്റ്സ് എ ലോങ് ജേർണി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നെങ്കിൽ ബില്ല് തന്ന് പൈസ വാങ്ങി പോയി കഴിഞ്ഞാൽ ഇടപാട് കഴിഞ്ഞു. ഇത് 6 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ സർവീസ് അവസാനിക്കുന്നില്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് പ്ലാബും USMLE എഴുതിയ കുട്ടികൾക്ക് ഇവിടുന്ന് പാസ്സായി എല്ലാം കഴിഞ്ഞ് FMGയും പാസ്സായി. അവർ USMLEയും പ്ലാബൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് പേപ്പറിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് വന്നു. എത്രയോ 9-10 കൊല്ലത്തിന് മേലെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇടപെട്ടിട്ട് ആ പേപ്പർ അവർക്ക് ശരിയാക്കി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ കൊല്ലവും പഠിത്തം കഴിഞ്ഞാൽ പോലും അവരുടെ ചില പേപ്പർ വർക്കുകളും മറ്റും ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ സർവീസ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ടൊരു കാര്യമുണ്ട്, നമ്മുടെ പാരൻസിനും കുട്ടികളോട് നമ്മളോടുള്ള താല്പര്യം. അവർ ഞങ്ങളെ അവരുടെ കുടുംബത്തിൽ അങ്ങോട്ട് ഞങ്ങളെ കാണുന്നത് എല്ലാവരും. അത് ഇത്രയും കൊല്ലമായില്ലേ, അതിലിടയ്ക്ക് നമ്മൾ ഒരു 1000-ന് മേലെ കുട്ടികൾ പഠിച്ച് പോയ ലോകത്തിൻ്റെ പല ഭാഗത്തും പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് നമ്മളായിട്ട് നല്ല ബന്ധത്തിലാണ്. ഒരാൾ പോലും ഒരു പറയുന്നൊരവസ്ഥ നമുക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം നമ്മൾ അവരെ കൂടെ നിൽക്കുന്നു, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അത് ഇല്ലാതിരുന്നെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടെന്നെങ്കിൽ അവർ എല്ലാ പല കൺസൾട്ടൻസായിട്ടും കുട്ടികളും പാരൻസും ഉടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് വരെ ഈ 10-22 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. അത് ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയൊരു ക്രെഡിറ്റായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലാണ് കുട്ടികൾ പോകുന്നത്. അത് എങ്ങനെയാണത് അവരുടെ എൻറ്റയർ ഇത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇതിൽ നമ്മൾ എപ്പോഴും അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പോൾ ജോർജിയയിലെ കൗക്കാസസ് യൂണിവേഴ്സിറ്റി എൻ്റെ ഡയറക്റ്റ് കോളേജാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അവരുടെ പ്രസിഡൻറ്റ് മുതൽ ഡീൻ മുതൽ താഴെയുള്ള ആരെയും വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ കുട്ടികൾ വരികയാണ്, എനിക്ക് ഇന്ന കൺട്രി വേണം അല്ലെങ്കിൽ ഇന്ന കൺട്രി വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും അത് ഞങ്ങളുടെ ഡയറക്റ്റ് കോളേജല്ല, എനിക്ക് മറ്റുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിരുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സർവീസിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അപ്പോഴും ഞാൻ മറ്റൊരാളെ ബന്ധപ്പെട്ടിട്ടാണ് ചെയ്തു തരാൻ പറ്റുക, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കേണ്ടുള്ളൂ എന്ന് തന്നെ തുറന്ന് പറയും. അല്ലാതെ അതെല്ലാം എൻ്റെ കോളേജാണ്, ഇതെല്ലാം ഞാൻ നേരിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പരിപാടി ഇല്ല. അതുകൊണ്ടെന്നറിയാം, ഒരു കുട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ടായിരിക്കും സോൾവ് ചെയ്യാം. എന്നുവെച്ചാൽ കൗക്കാസസിലാണെങ്കിലോ 24 hours നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അത് മാനേജ്മെൻ്റ് ആയാലും ശരി, ഇനി അവരുടെ എഡ്യൂക്കേഷൻ സൈഡിലായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് പോയി കണ്ടിട്ടോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും.
നമ്മുടേതല്ലാത്ത കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റൊരാളെയും കൂടി ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെ പക്ഷേ എന്നാലും ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്നാവില്ല. ഒരാൾ സഹായം കൂടി വേണമല്ലോ, മിഡിൽ ഒരാൾ സഹായം വേണം. അത് നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആൾ കൃത്യമായിട്ട് പറയാറുണ്ട്. എല്ലാവരും ഒരാളോട് ഇന്ന് വരെ എല്ലാ കോളേജും, ലോകത്തെ മുഴുവൻ കോളേജും ഒരാൾക്ക് കിട്ടത്തില്ലല്ലോ, ഒരാൾക്ക് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ വരുന്ന കുട്ടിക്ക് എനിക്ക് എക്സ് എന്നുള്ള കൺട്രിയാണ് വേണ്ടത്, മറ്റൊരു കുട്ടിക്ക് വൈ എന്നുള്ള കൺട്രിയാണ് വേണ്ടത്. ആ ഏത് കൺട്രി ആയാലും ആ കൺട്രി നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കും. കാരണം എല്ലാവരും ഞങ്ങൾ അസോസിയേറ്റ്സാണ്. ഇന്ന് ഇന്ത്യയിൽ മൊത്തം 200ഓളം അസോസിയേറ്റ്സ് ഉണ്ട് സിക്കോക്ക്. അവരെല്ലാം ലോകത്തിൻ്റെ പല കോളേജുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ അവർക്ക് നമ്മൾ സീറ്റ് കൊടുക്കുന്നു, നമ്മളെ സീറ്റ് അവർക്കും കൊടുക്കുന്നു. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെങ്കിലും എനിക്ക് മറ്റൊരാൾ ആശ്രയിക്കേണ്ടി വരും, എന്നാലേ നിങ്ങളുടെ കാര്യം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്. മനസ്സിലായി. സാർ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം തന്നെ, സാർ ബിഫോർ ഈ കൺസൾട്ടൻസി ആയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം മകനെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് അയച്ച ആളാണ്. ഇത് പല രക്ഷകർത്താക്കളും കാണുന്നുണ്ടാവും ഇന്ന് ഇന്റർവ്യൂ. അവർ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിരിക്കും, എൻ്റെ മോനെ നീറ്റ് തന്നെ, കാരണം ഇത്ര വർഷങ്ങളോളം കുട്ടികൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരോട് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതൊന്നുമില്ല. നമ്മുടെ ഈ കുട്ടികൾ, ഇപ്പോൾ എൻ്റെ മോൻ പോയി തിരിച്ച് വന്നു, FMG അന്ന് MCA ആണ്. MCA ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പാസ്സായി, ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറി, ഒരു 3-4 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ റിസൈൻ ചെയ്തു. ഇന്നിപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ് പോയത്. ഇപ്പം ഞാൻ എനിക്ക് സന്തോഷത്തോടെ പറയുന്നൊരു കാര്യം തരാം, ഈ തളിപ്പറമ്പിൻ്റെ ചുറ്റുവട്ടത്തിൽ PHCയിലെല്ലാം പോയാൽ എല്ലാം 90% സീക്കോ ത്രൂ പോയ ഡോക്ടർമാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പഠിച്ച കുട്ടിയായാലും ശരി, വിദേശത്ത് പഠിച്ച കുട്ടിയായാലും ശരി, ഇവിടുത്തെ എക്സാം FMGയോ അല്ലെ MCAയോ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് തുല്യമാണ് അവർ. ഒരു വ്യത്യാസം അവർക്കില്ല. ചിലർ പറയും അവിടെ പഠിച്ചാൽ ഇവിടെ നമുക്ക് ഇത് കിട്ടില്ല അത് കിട്ടില്ല. അല്ല, എല്ലാം തുല്യമാണ്. ഇവിടെ പഠിച്ചാലും ശരി, AIMS പഠിച്ചാലും ശരി, പരിയാരം മെഡിക്കൽ കോളേജിൽ പഠിച്ചാലും ശരി, നിങ്ങൾ ജോർജിയയിൽ പഠിച്ചാലും ശരി, ഇവിടെ വന്ന് FMG എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇതെല്ലാം ഈക്വലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒരിക്കലും ആർക്കും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഞാൻ പറയുന്നത് ഇവിടുത്തെ PHCകളിലൊക്കെ എവിടെ പോയാലും നമുക്കൊരു ഡോക്ടറെ കാണാൻ പറ്റും, നമ്മുടെ അയച്ച ഡോക്ടർമാരെ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ആരും ഓർക്കേണ്ട കാര്യമില്ല. വിദേശത്ത് ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടൊന്നല്ല. നമുക്ക് നീറ്റിന് 500-525 മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ എത്ര സീറ്റാണ് ഉള്ളത്? 1,25,000 സീറ്റ്. 25,000 ആൾക്ക് എത്രയാണ് എക്സാം എഴുതുന്നത്? അറൗണ്ട് 20 ലക്ഷം പേര് എഴുതുന്നുണ്ട്. 1.25 ലക്ഷം സീറ്റ്. ഇത് ആർക്ക് ഇത് കൊടുക്കാൻ പറ്റും? അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഭാവി കളയാതെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ വിദേശത്ത് പോകുന്നു. അത്രയേ ഉള്ളൂ. അതിപ്പം ഇതും നീറ്റിലെ എലിജിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 130-140 മാർക്ക് വാങ്ങിയ കുട്ടിക്ക് എലിജിബിൾ ആണെങ്കിൽ വിദേശത്ത് പോയി തിരിച്ചു വന്ന് FMG എക്സാം എഴുതാം. പക്ഷേ അത് വിദേശത്ത് പോകാനും നീറ്റ് എലിജിബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ മോർ ദാൻ 500 മാർക്ക് കിട്ടിയാലേ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പോൾ എന്താ മാർക്ക് കുറഞ്ഞ 300. ഇപ്പോൾ കഴിഞ്ഞാണ് നമ്മൾ പോയിച്ചത് എത്ര 398 മാർക്ക് വാങ്ങിയ കുട്ടികൾ ജോർജിയയിൽ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ 401 വാങ്ങിയ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പോൾ അർത്ഥം ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല. ഈ സാമ്പത്തികം ഇവിടെ പ്രൈവറ്റ് കോളേജിൽ പോകണമെങ്കിൽ കോടികൾ എണ്ണി കൊടുക്കാൻ പറ്റണം. ചിലപ്പോൾ അതുണ്ടാവില്ല, പഠിക്കാൻ കഴിവുണ്ടാവും. എനിക്ക് പഠിച്ചു വരണം. പഠിച്ചു വന്നാൽ FMG ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പാസ്സാകുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇപ്പോൾ 80% പാസ്. ഓൾ ഇന്ത്യൻ 20-25% ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 80% പാസ്സാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പഠിച്ചാൽ അവർ FMG പെട്ടെന്ന് പാസ്സാകും. ഉഴപ്പിയാൽ പാസ്സാവില്ല. ഉഴപ്പുന്ന കുട്ടികൾ പാസ്സാകാനും പാടില്ല. ഇത് മെഡിസിനാണ്. ഇത് ഒരാളുടെ ആരോഗ്യം വെച്ചും ജീവൻ വെച്ചും കളിക്കുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പാസ്സായി പോകും. നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർമാർ പലരും ചൈനയിൽ പഠിച്ച കുട്ടികളാണ്, പലരും ഉണ്ട് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് ഇതിന് കൊണ്ട് വേറെ ദോഷവശങ്ങളൊന്നുമില്ല. പഠിക്കാൻ കഴിവുണ്ടോ, പഠിക്കാൻ പറ്റുമോ, ഉഴപ്പാതെ പഠിക്കുന്നുണ്ടോ, പഠിച്ചാൽ നല്ല ഡോക്ടർമാരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഓൾസോ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ തളിപ്പറമ്പ് പോലൊരു സ്ഥലത്ത് സാർ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു. പലരും അറിയാത്തൊരു കാര്യമാണ് ഇപ്പോഴും, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ്ലൈൻ ബാച്ച് FMGയിൽ അല്ലെങ്കിൽ ഒരു FMG വില്ലേജ് ആയിട്ട് നടക്കുന്നതും തളിപ്പറമ്പ് തന്നെയാണ്. അത് ഈ കുട്ടികളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെയാണോ സാർ അറൈസ് ചൂസ് ചെയ്തതും അറൈസ് ആസ് എ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ട് ഇവിടെ കൊണ്ടുവരികയും ചെയ്തത്? തീർച്ചയായിട്ടും അതിന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യം കൊടുക്കണം. ഈ കുട്ടി അഡ്മിഷൻ എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ വന്നാൽ ഇവിടെ വർക്ക് ചെയ്യാനുള്ള സൗകര്യപ്പെടുത്തുന്നവരെയുള്ള എല്ലാ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്തത്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചൈനയിൽ ഈ RISൻ്റെ ക്ലാസ് വിദേശത്ത് ക്ലാസ് നടത്തിയാൽ ഞങ്ങളാണ്. ഇവിടുന്ന് സാറുമാരെ കൊണ്ടുപോയി അവിടെ 2-3 കോഴ്സുകളൊക്കെ എടുത്തു കൊടുത്ത് കുട്ടികൾ അതിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഗെറ്റ് ടുഗദറിലും മറ്റൊക്കെ ഈ സാറുമാരെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിച്ചു കൊടുത്തു. അന്ന് 2005 വരെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് MC എക്സാമിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കുട്ടി അഡ്മിഷൻ എടുക്കൽ മാത്രമല്ല, അഡ്മിഷൻ എടുത്ത് നാട്ടിൽ വന്ന് സേഫായിട്ട് അവരെ ലൈഫ് സെറ്റിലാകുന്നവരെ ഞങ്ങൾ അവരെ കൂടെ ഉണ്ടെന്നുള്ള അർത്ഥമാണ് ഈ FMGയുടെ കോച്ചിങ് സെൻറ്റർ കൂടി തുടങ്ങാനുള്ള കാരണം. അല്ല അവർക്ക് എവിടെയെങ്കിലും എഴുതി പോകണ്ടേ, അതിന് പോകണ്ട, നേരെ ഇങ്ങോട്ട് വന്നോളൂ. അതും കൂടി ചെയ്തിട്ട് ഒരു 6 മാസം അതിനും കൂടി കഴിഞ്ഞിട്ട് പാസ്സായിട്ട് വേണം പോകാൻ. അതെല്ലാം ഒരേ കാരണം, ഒരേ റൂട്ടിൽ വരുന്ന സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഓൾ ഇന്ത്യയിൽ നല്ല സപ്പോർട്ടാണ്, കുറേ കൺസൾട്ടൻസ് എല്ലാം ഉണ്ടല്ലോ. എല്ലാവരെയും കൊണ്ട് ഇപ്പോൾ 10-14 സ്റ്റേറ്റിലെ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്, തളിപ്പറമ്പിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. ഇപ്പോൾ നമ്മൾ മെയിൻലി സംസാരിച്ചിട്ടുള്ളത് MBBS അബ്രോഡ് അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സീക്കോ ആസ് എ കൺസൾട്ടൻസി MBBS അബ്രോഡ് സ്റ്റഡി അബ്രോഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതോ വിൽ ബി സപ്പോർട്ടിങ് സ്റ്റുഡൻസ് ഫോർ ഡൊമസ്റ്റിക് അഡ്മിഷൻ? ഡൊമസ്റ്റിക് അഡ്മിഷൻ ആർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, കഴിഞ്ഞോളം ചെയ്ത്, അതിന് മുമ്പത്തെ വർഷം ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ തന്നെ കുറേ കോളേജ് ചെയ്ത്, അതുപോലെ മാംഗ്ലൂരിലെ കോളേജുകൾ ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം തൊട്ട് നമ്മൾ ഒന്നും കൂടി ഫുൾ സിംഗിൽ ഈ ലോക്കൽ അഡ്മിഷൻ കൂടി നോക്കുന്നുണ്ട്. അതുപോലെ സ്റ്റഡി അബ്രോഡ് UK, USA, കാനഡ, ഓസ്ട്രേലിയ എല്ലാം നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. അതിലൊക്കെ വലിയ ഗുണം എന്താ അറിയോ, MBBSനെ അയക്കുന്ന പോലെയല്ല. അവർ പോയി കഴിഞ്ഞാൽ അവരെ പാടായി, അവർ സ്വന്തം തന്നെ കാര്യം നോക്കും. പക്ഷേ MBBSന് ഈ 6 കൊല്ലം നമ്മൾ സർവീസ് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു മനസ്സിലായി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാം നന്നായി ഇപ്പം ലോക്കൽ അഡ്മിഷൻ നന്നായി ചെയ്യുന്നുണ്ട്. പല മെയിൻ കോളേജുകളായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും. ഓക്കെ, ഇറ്റ് വാസ് റിയലി ഇൻസ്പയറിംഗ് സർ ടു ഹാവ് ദിസ് വണ്ടർഫുൾ ഡിസ്കഷൻ വിത്ത് യു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ സമയം ചിലവാക്കി ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി സർ. എല്ലാവർക്കും നന്ദി. നമ്മൾ കൂടെ ഉണ്ടാവും. നമ്മുടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ സ്ഥാപനത്തെ ഒന്നും കൂടി ഉയർത്തി കൊണ്ടുവരാൻ നോക്കുക. നാട്ടുകാരുടെ സപ്പോർട്ട് വേണം, ആരായിട്ടും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനിയും കുറേ കാലം കഴിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.